ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ടാരോട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരുന്നതെന്നും എന്തൊക്കെ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകട്ടോ. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുമോ. നിങ്ങളുടെ എല്ലാ ബ്ലെസ്സിങ്സിനും ഇന്നത്തെ ദിവസത്തിനും നന്ദി പറയൂ. താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. നോക്കാം, പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം. Nine of Pentacles, Justice, Three of Swords, Ace of Pentacles, King of Pentacles, Four of Pentacles, ബോട്ടം പേജ് ഓഫ് സോർഡ്സ് ആണ്. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ നയൻ ഓഫ് പെൻഡക്കിൾസ്, ജസ്റ്റിസ്, ത്രീ ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് പെൻഡക്കിൾസ്, ഫോർ ഓഫ് പെൻഡക്കിൾസ്, പേജ് ഓഫ് സോർഡ്സ് ആണ് ബോട്ടം. ഓക്കെ, ഇവിടെ ഒരു കാർമികമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. ജസ്റ്റിസിലായാലും ത്രീ ഓഫ് സോർഡിലായാലും അതുപോലെ തന്നെ പേജ് ഓഫ് സോർഡിലായാലും. ഓക്കെ, ഇവിടെ നയൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ അതായത് നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ തിരിച്ചറിയുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളായിട്ട് പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിന്ന് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സൃഷ്ടിച്ച് അങ്ങനെ നിന്നെടുത്തുനിന്ന് അപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരികയാണ്. നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഒരു ഇൻഡിപെൻഡൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി മുതൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നൊരു സമയമാണ്, നിങ്ങളെ തിരിച്ചറിയുന്നൊരു സമയമാണ് എന്നുള്ളതും കൂടിയാണ്. അത്രയും ഒരു പരിവർത്തനം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം ഇനിയും നിങ്ങൾക്കിങ്ങനെ നിന്നിട്ട് കാര്യമില്ല, എനിക്ക് സക്സസ്സിലേക്ക് പോയേ മതിയാവൂ എന്നുള്ള രീതിയിൽ നിങ്ങളവിടെ നിൽക്കുന്നതായിട്ടും ഇവിടെ കാണുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള റിവാർഡ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ ഇവിടെ എന്താണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ നയൻ ഓഫ് പെൻഡക്കിൾസിൽ പറയുന്നത്. അപ്പോൾ അത് ഫിനാൻഷ്യലി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കൊരു റെക്കഗ്നേഷൻ ആയിരിക്കാം, മറ്റുള്ളവരുടെ നല്ല വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതുമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ നിങ്ങൾ വളരെയധികം ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെയാണ്. നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ എനർജി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു, നിങ്ങളുടെ സെൽഫ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നയൻ ഓഫ് പെൻഡക്കിൾസ്. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾ മുന്നോട്ടേക്ക് കാണുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റിസ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു നീതി നടപ്പാക്കപ്പെടുകയാണ് എന്നുള്ളതാണ്. നീതി എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ ഒരു കർമ്മയാണ്, ഇവിടെ ഒരു കർമ്മ സിറ്റുവേഷൻ, ഒരു കാർമികമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് മുമ്പ് ഒരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം നിങ്ങൾ ടാരോയിലേക്ക് വന്നിട്ടുണ്ടാവുക. വീണ്ടും അതുപോലുള്ളൊരു കാര്യം, സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം നിങ്ങളിലേക്ക് വന്നിട്ട് അവിടെ ഇന്നത്തെ ദിവസം ഒരു എൻഡാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു കർമ്മ അവിടെ എൻഡാവുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന നീതിയാണ് എന്നുള്ളതാണ്. അതായത് മുമ്പ് ഒരാളോട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളത് അനുഭവിക്കുന്നു, എന്നിട്ട് അവിടെ അതൊരു എൻഡാവുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളൊരു സത്യം മനസ്സിലാക്കുന്നു, നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നു, നിങ്ങൾക്കൊരു ബാലൻസ് വരുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ചിലർക്കിതൊരു ഡൈവേഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഇവിടെ എൻഡാവുന്നു എന്നുള്ളതാണ്. എൻഡായിട്ട് കാർമികമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ എൻഡായിട്ട് പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് വരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ മാറിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചില സോൾമേറ്റ്സിൻ്റെ ഇതിൽ മറ്റു ചിലർക്കാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ എൻഡായിട്ട് നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് മറ്റൊരു രീതിയിലേക്ക് പോകുന്നു. അതൊരു ജസ്റ്റിസ് ആണ് എന്നുള്ളതാണ് ഇവിടെ
കോടതി കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചിലർക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൂടിയാണ്. അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ജസ്റ്റിസിൽ കേട്ടോ. ഇവിടെ ചിലർക്ക് ബാലൻസ് ആണ്, ഒരു സത്യം മനസ്സിലാക്കുന്നതാണ്, ഒരു ക്ലാരിറ്റി വരുന്നതാണ്. ഇതൊക്കെയാണ് ഇവിടെ ജസ്റ്റിസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അടുത്തത് 3 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ചിലർ ഇവിടെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സിറ്റുവേഷനാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇവിടെ കൂടുതലും റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിങ്സൊക്കെ കാണുന്നവരുമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേരെ വിപരീതമായിട്ട് കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. നിങ്ങൾ പ്ലാൻ ചെയ്തു, പക്ഷെ നടന്നത് മറ്റൊരു രീതിയിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു വിഷമം ഇവിടെ ഉണ്ടായി നിൽക്കുന്നു എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചധികം പെയിൻഫുള്ളായിരിക്കും. നിങ്ങളെ ഹെൽത്തൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ ഹെൽത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക, ഇമോഷണലി സ്റ്റേബിൾ ആവുക. ഈ ഒരു സമയം കടന്നു പോകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരും. അതിന് നിങ്ങൾക്ക് ഈ ഒരു സമയം വേണമെങ്കിൽ ഒരു ഗൈഡൻസ് എടുക്കാം, അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനൊക്കെ എടുക്കാൻ ആണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഭാരമൊക്കെ തോന്നാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇത് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളവിടെ അവിടെ പ്രശ്നങ്ങളുണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ കൂടുതലും. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ പുതിയ തുടക്കങ്ങളാണ് ചിലർക്ക് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പുതിയ തുടക്കങ്ങൾ, ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരിക, പുതിയൊരവസരം, അതുപോലെ തന്നെ പുതിയൊരു സംരംഭം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ തുടക്കവുമായിരിക്കാം. നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ മാറിയിട്ട് പുതിയൊരു തുടക്കമായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു അവസരം കൊണ്ടുതരുന്നു എന്നുള്ളതാണ് ഇവിടെ പെൻറ്റക്കിൾസിൽ, ഏസ് ഓഫ് പെൻറ്റക്കിൾസിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ പുതിയ തുടക്കങ്ങളാണ് എന്തായാലും. ഇവിടെ ചിലരുടെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട് റിലേഷൻഷിപ്പിൽ എന്നുള്ള കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ അതുപോലെ മുമ്പ് നിങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് പുതിയ രീതിയിലൊരു റിലേഷൻഷിപ്പ് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ മാറിയിട്ട് നിങ്ങൾ പുതിയൊരു രീതിയിൽ തുടക്കത്തിലേക്ക് പോകുന്നതുമായിരിക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ ഇവിടെ പറയുന്നത്, അതായത് നിങ്ങൾ ഇന്നത്തെ ദിവസം പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. ഒരു ബിസിനസ്സൊക്കെ ആയിരിക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്കതിന് ചിലപ്പോൾ മുമ്പ് അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ ഓക്കെ അല്ലാത്തതുകൊണ്ടോ ഡ്രോപ്പ് ചെയ്ത ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം വീണ്ടും അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ വലിയ രീതിയിലുള്ള സക്സസ്സിലേക്കും അബണ്ടൻസിലേക്കും നയിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇന്നത്തെ ദിവസം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇമോഷണലി സ്റ്റേബിളായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇമോഷണലി നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കും എന്നുള്ളതും കൂടിയാണ്. ചിലർക്ക് ഇത് നിങ്ങളെ സഹായിക്കാനായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് കേട്ടോ. നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരിക, ഫിനാൻഷ്യലി ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് തന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായിട്ട് ആരെങ്കിലും വരുന്നതുമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചിലരിവിടെ ഈ പുതിയൊരു ബിസിനസ് പറഞ്ഞു, ബിസിനസ് എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നിങ്ങൾ പുതിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ചിലർക്കൊക്കെ ഇവിടെ കാണുന്നത് കേട്ടോ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. ചിലർക്ക് ഇതൊരു ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നിങ്ങളിലേക്ക് ഒരു സമ്പത്ത് വരുന്നത് എന്നുള്ളതാണ്, ഒരു ഐശ്വര്യം നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ 4 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ പറയുന്നത്, അതായത് ഇവിടെ നിങ്ങൾ തന്നെ ഒരു ബൗണ്ടറി സൃഷ്ടിച്ച് ഇവിടെ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളായിട്ട്, അതായത് ഇപ്പോൾ ഫിനാൻഷ്യലി ആയാലും നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളതിനെ സേവ് ചെയ്ത് വെക്കുന്നുണ്ടാവും, കുറേ നാളായിട്ട് സേവ് ചെയ്ത് വെക്കുന്നുണ്ടാവും. പക്ഷേ അത് ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളത് സ്പെൻഡ് ചെയ്യാതെ സേവ് ചെയ്ത് വെച്ചിട്ട് വലിയ രീതിയിൽ അത് നഷ്ടങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം അതിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എൻജോയ്മെൻ്റ് അല്ല, കുറച്ച് സേവ് ചെയ്യുക. പിന്നെ അത്യാവശ്യം ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അതിങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ഫ്ലോ നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. ആവശ്യങ്ങൾക്കൊക്കെ ഉപകരിക്കാൻ തന്നെയാണ് പണം, അത് മനസ്സിലാക്കണം. അതിൻ്റെ എനർജി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഇവിടെ നിങ്ങളുടെ സ്നേഹമായാലും അതുപോലെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ, അതായത് മറ്റുള്ളവർ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങളുടെ ഫാമിലിയിലായാലും റിലേഷൻഷിപ്പിലായാലും മറ്റുള്ളവർ നിങ്ങളുടെ ഇടയിൽ കടന്നു വരുന്നതായിട്ടും അതുമൂലം ദുഃഖിക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു എനർജിയെ, അത് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളതിന് വരും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതായിട്ടും പ്രൊട്ടക്റ്റഡ് ആയി നിൽക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ നോർമലി ആയിട്ട് ഫ്ലോ ചെയ്യാൻ വിടുക എന്നുള്ളതാണ്. നിങ്ങളിലൂടെ കടന്നു പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലൂടെ തന്നെ കടന്നു പോകണം. നിങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളെയും ബ്ലോക്ക് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അവസരങ്ങളായാലും വ്യക്തികളായാലും അറിവായാലും ഒന്നും നിങ്ങളിലേക്ക് വരുന്നില്ല. നിങ്ങളവിടെ എപ്പോഴും നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു ബൗണ്ടറിക്കുള്ളിൽ നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഫ്ലോ കൊണ്ടുവരും. എപ്പോഴും ഇങ്ങനെ എന്താണ് പറയുക, പലതിനെയും ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൽ പറയുന്നത്. ഒരു മൈസർ എനർജി ആട്ടോ. ഒന്നിനെയും അതായത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളതിനെ സ്വീകരിക്കാനും തയ്യാറാണ്. അത് സ്നേഹമായിക്കോട്ടെ, അറിവായിക്കോട്ടെ, പണമായിക്കോട്ടെ, എന്തിനേയും. കാരണം ഇവിടെ പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. പേജ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ പഴയ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ആയാലും അത് തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ പഴയ കാലത്ത് സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ വീണ്ടും നിങ്ങൾക്ക് വരുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്ക് മറ്റൊരു ആളുടെ എൻട്രി ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് റെസനേറ്റ് ചെയ്യുന്നവരെടുക്കുക കേട്ടോ. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിലാണ് അത് റെസനേറ്റ് ചെയ്യുക. അല്ലാത്തവർ അത് ഫിനാൻഷ്യലിയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ പേജ് ഓഫ് സോർട്സ് പറയുന്നത് പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നു എന്നുള്ളതാണ്. ഇനി വീണ്ടും അത് നിങ്ങളിലേക്ക് റിപ്പീറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളത് തിരിഞ്ഞു നോക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടും അതുപോലെ തന്നെ പുതിയ കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കാനൊക്കെയുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ചിലർക്ക് ഇതൊരു കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുള്ള വ്യക്തിയിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. എന്തായാലും തുടക്കങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇതാണ് പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി. ഓക്കെ, നോക്കാം എന്താണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ കുറച്ചധികം കെയർഫുള്ളായിരിക്കണം കേട്ടോ. 3 ഓഫ് സോർട്സിൽ ഇവിടെ അതുപോലെ ഒരു വഴക്കൊക്കെ ഉണ്ടാവാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കത് മനസ്സിലാവണം എന്നില്ല. അതുകൊണ്ടൊരു വഴക്കൊക്കെ ഉണ്ടാവാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത്. ഹെൽപ്ഫുൾ പീപ്പിൾ, മീൻസ് നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ ചുറ്റിലും ആളുകളുണ്ട്, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ചുറ്റിലും ഉള്ള ആളുകളെ നിങ്ങൾ തിരിച്ചറിയുക. സഹായം വേണമെങ്കിൽ ചോദിക്കുക. ഫോർഗീവ്നെസ്, മീൻസ് നിങ്ങൾ ആരോടെങ്കിലും ഫോർഗീവ് ചെയ്യാനുണ്ടെങ്കിൽ, കോംപ്രമൈസ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ഇവിടെയും ഒരു ഫോർഗീവ്നെസ് തന്നെയാണ് കേട്ടോ പറയുന്നത് ജസ്റ്റിസിൽ. ഫോർഗീവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർഗീവ് ചെയ്യുക. ഫോർഗീവ് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊന്ന് ആലോചിക്കുക. തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ്. കുറച്ച് മാസങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റിമെയിൻ പോസിറ്റീവ്, യെസ്, ഇന്ന് പോസിറ്റീവായിട്ടിരിക്കണം എന്നുള്ളത് ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പോസിറ്റീവായിട്ടിരിക്കണം, എനർജറ്റിക് ആയിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം, എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇറ്റ്സ് അപ് ടു യു. യെസ്, ഇന്ന് ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബാലൻസ് ചെയ്ത് പോകുന്ന പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതുപോലെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇമോഷണലി ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ നിങ്ങൾ വിഷമിക്കുന്ന സമയത്ത് അവിടെ പോസിറ്റീവായിരിക്കണം, നിങ്ങൾ തന്നെ ശ്രമിക്കണം. എന്താണോ അത് നിങ്ങൾ ചെയ്യുന്നത് പോലെ ഇരിക്കും ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് കേട്ടോ. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് വിട്ടുവന്നിരിക്കുകയാണ് ഇവിടെ ഏഞ്ചൽസ് കേട്ടോ. അപ്പോൾ നിങ്ങളാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം.
നോക്കാം. ലവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കാം. വെരി സൂൺ. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളവിടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനാണ് പറയുന്നത്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, യെസ്, ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, റൊമാൻറ്റിക് ഫീലിങ്സ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഈ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിനെ എക്സ്പ്ലോർ ചെയ്യണം റിയലായിട്ട്. അതുപോലെ അതിൻ്റെ മൂല്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൽ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പലതിനെയും നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ നിങ്ങൾ പലപ്പോഴും പേടി കൊണ്ട്, ഭയം കൊണ്ട് നിങ്ങൾ ഒതുക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനെ റിയലായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, അതെന്താണ് എന്നുള്ളത്. അതുപോലെ തന്നെ അതിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കാം, ഒരു കാർഡ് കൂടി നോക്കാം. ഡിസെപ്ഷൻ. അപ്പോൾ ഇവിടെ ഒരു ഫോൾസ് സെൽഫ് മാസ്ക് വെച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു മുഖം മൂടി അണിഞ്ഞിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറാണോ മുഖം മൂടി അണിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ യഥാർത്ഥ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഒരു മുഖം മൂടി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള നിങ്ങൾ എന്താണോ അതിനെ പുറത്തേക്ക് കൊണ്ടുവരൂ എന്നുള്ളതാണ്. റീകൺസിലേഷനാണ്. അപ്പോൾ സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് റിട്ടേൺ ടു യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിലേക്ക് പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തി വരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഒരു അനുരഞ്ജനത്തിനായിട്ട് ഇവിടെ പാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാസ്റ്റിൽ നിന്നൊരു വ്യക്തി, അവിടെ ഒരു തുടക്കം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ഏഞ്ചൽസ് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. പുതിയ തുടക്കങ്ങളുണ്ട്, അതിനെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം, മാനിഫെസ്റ്റ് ചെയ്യണം. അതുപോലെ ഇന്നത്തെ ദിവസം ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം എന്തൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാലും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക. റീഡിങ് ലൈക്ക് ചെയ്യാത്തവർ അതും കൂടെ ചെയ്യുക. നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.